നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയിപ്പോൾ എന്നും പതിവുള്ള പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം മറ്റൊന്നുമല്ല, അബിൻ വർക്കി, അതായത് കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ഓടിച്ച് പറഞ്ഞു വിട്ട ഒരു നേതാവ്. ആ നേതാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. അബിൻ വർക്കി നല്ല നേതാവൊക്കെ തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ ആശ്രിത വത്സല ശിഷ്യനാണ്. ഇങ്ങനെ തുടങ്ങി അർഹിക്കുന്ന പ്രാധാന്യം UDF അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ കിട്ടാതെ പോയ ഒരു നേതാവ് തന്നെയാണ് അബിൻ വർക്കി. എന്നാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മെച്ചവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ വയനാട് ഫണ്ടിനെ കുറിച്ചും വയനാട് പുനരധിവാസ പദ്ധതിയെക്കുറിച്ചും യൂത്ത് കോൺഗ്രസ്സുകാരോടോ കോൺഗ്രസ്സുകാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ കിടന്നങ്ങ് മെഴുകുന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച. കിടന്നങ്ങ് മെഴുകിക്കോളും, ഒരു കാര്യമില്ലാതെ കിടന്ന് മെഴുകുന്നതാണ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് പടച്ചു വിടുക, ഇതൊക്കെയാണ് അവരുടെ ഒരു താല്പര്യം. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത്, ഇവിടെ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരാളോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പോൾ പറയുന്നത് 1,05,00,000 രൂപ മുതൽ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങളുണ്ട്, ആ നിയമപ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാനുള്ള ശ്രമത്തിലാണ്, എത്രയും വേഗം ഞങ്ങൾ വീട് ഒരു ടൗൺഷിപ്പ്, അതായത് രാഹുൽ ഗാന്ധി തരുന്ന 100 വീടും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അവർ പദ്ധതി ഇടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ചില ചോദ്യങ്ങൾ അവിടുത്തെ കൈരളിയുടെ മാധ്യമ പ്രവർത്തകനോട് ഈ അബിൻ വർക്കി തിരിച്ചു ചോദിക്കണം. അത് സിവിൽ എഞ്ചിനീയർ എന്തോ കഴിഞ്ഞതാണ് എന്ന് പറയുന്നു. ഒരു വീടിന് അദ്ദേഹം പറയാൻ സിവിൽ എഞ്ചിനീയർ കറക്റ്റാണ്. ഒരു ഭൂകമ്പം ഉണ്ടായാൽ പോലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപ മുടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത്രയൊന്നും മുടക്കിയില്ലെങ്കിൽ പോലും വളരെ കുറഞ്ഞ തുകയ്ക്ക്, അതായത് അവരുദ്ദേശിക്കുന്ന 8 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ കഴിയും എന്നുള്ളതാണ് അബിൻ വർക്കിയുടെ പുതിയ കണ്ടെത്തൽ. ന്യായം എന്തുമായിക്കോട്ടെ. പിന്നീട് ഇതുകൂടാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഏകദേശം 750 കോടി രൂപയുടെ കോൺട്രാക്റ്റാണ്, കരാറാണ് അത്രേ ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ചില കണക്കുകളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം 400 വീടുകൾ, ആ 400 വീടുകൾക്ക് 20 ലക്ഷം രൂപ വെച്ചിട്ട് എത്രയാവും, അത് ഇത്ര കോടി രൂപയാവുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രിക്ക് 25 കോടി നമുക്കിടാം, മറ്റേ അതിന് 25 ഇടാം, മറ്റേ എല്ലാം കൂടെ ചേർത്തൊരു 150 കോടി ഇട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന 750 കോടി എന്ന് പറയുന്ന കരാർ തുകയിൽ എത്തില്ല. ബാക്കി വരുന്ന 150 കോടിയും കഴിച്ച് ബാക്കി വരുന്ന 500 കോടി രൂപ ഈ എന്താ പറയുക ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തീരെഴുതി കൊടുത്തതാണ്, കളഞ്ഞു കുളിച്ചതാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ആശുപത്രിക്ക് 25 കോടി, എല്ലാം കൂടെ ഒരു 150 കോടി അത് വെച്ച് കണക്കാക്കി. പിന്നെ ഈ പറയുന്ന വീട് നിർമ്മാണം 400 വീടുകൾക്ക് അത്രയും വരില്ലല്ലോ. ഏകദേശം 400 വീടുകൾക്ക് പിന്നെ ഈ പറയുന്ന 20 ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ പോലും ഏതാണ്ട് 8 കോടി രൂപയൊക്കെ അല്ലേ ആവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. 80 കോടിയൊക്കെ വരാൻ സാധ്യതയുള്ളൂ, ബാക്കി എല്ലാം കൂടെ ചേർത്താലും അത്രയും വരില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഒരു ആശുപത്രിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഓഫീസിലോ മാത്രം ഒതുങ്ങുന്നതാണോ ശരിക്കും ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ടൗൺഷിപ്പ് എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിനു മുൻപ് തന്നെ ഈ 750 കോടി എന്ന് പറയുന്നതിന്റെ കണക്കാണ് മനസ്സിലാവാത്തത്. 750 കോടി രൂപ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഈ കോൺട്രാക്ട് കരാർ കൊടുത്തിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ നമ്മളുടെ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ 750 കോടി രൂപയൊന്നും ഊരാളുങ്കൽ സൊസൈറ്റിയുമായി കരാർ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ 750 കോടിയല്ല അതിലെ കരാർ തുക. അത് ആർക്കും മനസ്സിലായില്ല. നിങ്ങൾ ഒരുപക്ഷെ അബിൻ വർക്കി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതായിരിക്കും, സിവിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ പറഞ്ഞ കള്ളത്തരമാണ്. 750 കോടി രൂപയ്ക്കല്ല. 750 കോടി എന്ന് പറയുന്നത് 24-25 കാലഘട്ടത്തിൽ, അതായത് പിന്നെ ധനവർഷത്തിൽ അതിനുവേണ്ടി വകയിരുത്തിയ തുക മാത്രമാണ്. അതായത് ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയാണ്. അതായത് വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക മാത്രമാണ് 750 കോടി എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് 750 കോടി രൂപയ്ക്ക് അവിടെ ലേബർ സൊസൈറ്റിക്ക് ഇത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 400 വീടുകളില്ല, പകരം 410 വീടുകളാണ് എന്നുള്ളതും ഈ പറയുന്ന അബിൻ വർക്കി മറന്നുപോകുന്നു. പിന്നെ മറ്റൊന്നായിക്കോട്ടെ. ഇനി അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയ്ക്കാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി സംസ്ഥാന സർക്കാർ കരാർ വെച്ചിരിക്കുന്നത്? നമ്മൾ പരിശോധിക്കുമ്പോൾ വെറും 299 കോടി രൂപയ്ക്കാണ്. വെറും എന്ന് പറഞ്ഞത് 750 കമ്പയർ ചെയ്തുകൊണ്ടാണ്, അല്ലാതെ 299 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയൊന്നും അല്ല. അപ്പോൾ 299 കോടി രൂപയ്ക്കാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ 750 കോടി എവിടെ കിടക്കുന്നു? ശരിക്കും കരാർ നടന്ന 299 കോടി എവിടെ കിടക്കുന്നു? ഇത് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഒരു വീടിന് 20 ലക്ഷമല്ല 22 ലക്ഷം രൂപ, അതായത് 22നും 23നും ഇടയിൽ നിൽക്കുന്ന തുകയാണ് അവിടെ ചെലവാകുക. അതായത് കാര്യങ്ങൾ മനസ്സിലായല്ലോ. 222 ലക്ഷം രൂപ ഒരു വീടിന് ചെലവാകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ട്. ഈ പറയുന്ന പോലെ ഒരു വീട് നിർമ്മിക്കുന്നതിന് പിന്നെ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടൊരു വീട് നിർമ്മിക്കുന്നതിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. 8 ലക്ഷം രൂപയ്ക്ക് അങ്ങനെ ഒരു വീട് തീരുമോ എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ മാതൃകാ വീട് കണ്ടതാണ്. ആ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പൈലിംഗ് എത്ര കനത്തിലാണ് നടക്കുന്നത്, അതിന്റെ പില്ലറിങ് എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങി വിശദമായ കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. എന്നാൽ അവിടെ ഈ വീട് നിർമ്മാണം, അതായത് ഈ 400 വീടുകൾ 410 വീടുകൾ വെക്കുന്നുണ്ട്. ഈ 410 വീടുകളുടെ നിർമ്മാണം മാത്രമാണോ വയനാട്ടിൽ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? എന്നാൽ അല്ല. നേരത്തെ കണക്കെണ്ണി പറഞ്ഞല്ലോ, ഒരു ആശുപത്രിക്ക് 25 കോടി, അപ്പുറത്ത് പിന്നെ ഒരു അംഗൻവാടിക്ക് 25 കോടി, മറ്റേനെല്ലാം കൂടെ ചേർത്തിട്ട് ഇത്ര കോടി 150 കോടി എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തിയായിരുന്നല്ലോ. എന്നാൽ അത് പാടെ മറന്നേക്കും. അബിൻ വർക്കിയുടെ ആ കണക്കുകൾ നമുക്ക് തള്ളിക്കളയാം. പകരം എന്തൊക്കെയാണ് അവിടെ വരുന്നത് എന്ന് കെ രാജൻ ഇതിനു മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് അവിടെ സ്മാരകം ഉണ്ടായിരിക്കും, അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ സ്മാരകങ്ങൾ ഉണ്ടായിരിക്കും, അംഗൻവാടി ഉണ്ടായിരിക്കും, പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് പുനരധിവാസ കേന്ദ്രം, അതായത് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി കൂടെ ആയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിലീഫ് ക്യാമ്പ് എന്നുള്ള നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹാൾ ആയിരിക്കും ഉണ്ടാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ തിയേറ്റർ അവിടെ ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കും. അതോടൊപ്പം ആരോഗ്യ കേന്ദ്രം ഉണ്ടാകും, ഒരു ലാബ് സൗകര്യം കൂടി ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന 25 കോടിക്ക് 150 കോടിക്ക് അത് നിൽക്കുമോ എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അവിടെയുള്ള ആൾക്കാരുടെ മെറ്റീരിയൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ഉണ്ടാകും. അതോടൊപ്പം ഒരു മാർക്കറ്റ് ഉണ്ടാകും, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാകും. പിന്നെ അതോടൊപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഈ പിന്നെ പ്രത്യേകതകളോട് കൂടി തന്നെയാണ് അവിടെ ഒരു ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ശുചിമുറികൾ അവിടെ ഈ ടൗൺഷിപ്പിൽ തന്നെ, അതായത് പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്ന ശുചിമുറികൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. നമുക്കറിയാം, ഈ പറയുന്ന ആശുപത്രി ആണെങ്കിലും അംഗനവാടി ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ്. അല്ലാതെ വെറുതെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കെട്ടിടം ഇവിടെ ഒരു കെട്ടിടം എന്നൊക്കെ പറയുന്ന ഒരു നിലവിലൊന്നും അല്ല. അതായത് ഇതുവരെ പദ്ധതി ഇടാത്ത കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല, ടൗൺഷിപ്പ് പദ്ധതി പോലെയൊന്നും അല്ല. ഇതൊക്കെ വളരെ വിപുലമായ രീതിയിൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, സ്കൂൾ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് പദ്ധതി തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഇവിടം കൊണ്ട്, അതായത് ഇങ്ങനെ കെട്ടിടം നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രമായി അവിടെ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർണ്ണമാകും എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ല. അതിന് പകരമായി അവിടെ ഒരു ജലസംഭരണി അല്ലെങ്കിൽ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുന്നുണ്ട്. ആ ചെക്ക് ഡാമിനെ സംബന്ധിച്ച് ചെക്ക് ഡാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഭൂഗർഭ സംഭരണി, അതും എത്ര ലിറ്ററിന്റെയാണ് നമ്മൾ നോക്കുക, ഏകദേശം 7.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഭൂഗർഭ സംഭരണി അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം ഓവർ ഹെഡ് വാട്ടർ ടാങ്ക്, അതായത് നമ്മുടെ സാധാ വലിയ ഹൈറ്റുള്ള ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 2.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന തരത്തിലുള്ള വലിയ വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10, അതായത് മലിനജലം വന്നെത്തുന്ന ഡ്രെയിനേജിലൂടെ വന്നെത്തുന്ന മലിനജലത്തെ സംസ്കരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു 10 സെന്ററുകൾ, 10 പ്ലാന്റുകൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റീടെൻഷൻ ഒരു ഇതായിട്ട് കേന്ദ്രങ്ങളായിട്ട് ഏകദേശം 9 റീടെൻഷൻ പോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 9 എണ്ണം കുളങ്ങൾ സ്ഥാപിക്കാനുള്ള പ്ലാനും ഇതിനകത്ത് തന്നെയുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രമായി അവസാനിക്കുന്നുണ്ടോ? അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ കാണുന്നത് ബിൽഡിങ്ങുകൾ, അംഗനവാടികൾ, ആശുപത്രികൾ, അതോടൊപ്പം തന്നെ സ്കൂള്, ഫുട്ബോൾ ഗ്രൗണ്ട്, ഇങ്ങനെ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടാതെ ഇനി ഇവിടെയൊക്കെ ജലസേചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. കുടിവെള്ളം എത്തിച്ചു നൽകണം. ഇവർക്കൊക്കെ വെറുതെ വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല. പൈപ്പ് തുറക്കുമ്പോൾ കാറ്റ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂഗർഭ ജലസംഭരണിയും ഓവർഹെഡ് വാട്ടർ ടാങ്ക് അടക്കമുള്ള എല്ലാ നൂതന അത്യന്താധുനിക സൗകര്യങ്ങളും ആ പറയുന്ന ടൗൺഷിപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നിർമ്മിക്കുന്നത് പിന്നെ കാശ് കൊടുത്തിട്ടല്ല, പിന്നെ വെറുതെ കിട്ടുമോ? ഇനിയും അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടേക്ക് റോഡ് സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ പറയുന്ന റോഡ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു തോട്ടം എടുത്തിട്ട് അവിടെ തോട്ടത്തിന്റെ ഈ കാപ്പിയുടെ ഇതൊക്കെ പറിച്ചു മാറ്റാൻ തന്നെ, അതായത് മണ്ണിളക്കിയിട്ട് ഇതിന്റെ വേരുകൾ പിഴുതു മാറ്റാൻ തന്നെ കുറെ പൈസ ചെലവായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ.
അപ്പൊ ഇനി ഇത് മാത്രമാണോ? ഇവിടെ മാത്രമായിട്ട് കാര്യങ്ങൾ ഒതുങ്ങോ? ഇല്ല. ഇനി അടുത്ത എന്താണ്? റോഡുകൾ വേണം. അപ്പൊ റോഡുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 11.42 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡുകൾ നിർമ്മിക്കുന്നത്. എന്നുവെച്ചാൽ അങ്ങനെ ദൂരമല്ല, റോഡുകളുടെ ആകെ മൊത്തത്തിലുള്ള ലെങ്ത് ആണ് 11.42 കിലോമീറ്റർ. അതിൽ 1.1 കിലോമീറ്റർ ഒരു പ്രധാനപ്പെട്ട ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അതായത് മെയിൻ റോഡിൽ നിന്നും, അതായത് പ്രധാനപ്പെട്ട ടൗണിൽ നിന്നും ഈ ടൗൺഷിപ്പിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി. അവിടെ കൊണ്ട് ടൗൺഷിപ്പിലേക്കുള്ള റോഡിന്റെ പ്രധാന ഉപയോഗം കഴിയുമോ? ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെറ്റ് റോഡ് ഉണ്ടാകും, അതായത് ഉപമാർഗ റോഡുകൾ ഉണ്ടാകും. അത് ഏകദേശം ഈ 2.77 കിലോമീറ്റർ നീളത്തിൽ ഉപ റോഡുകൾ ഉണ്ടാവും. ഇത് കൂടാതെ ആന്തരിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോഡ് സൗകര്യങ്ങൾ ഉണ്ടാകും. അതാണ് ഇച്ചിരി കൂടിയ ദൂരം വരുന്നത്, 7.55 കിലോമീറ്റർ. 7.5 കിലോമീറ്ററോളം അകത്ത് ആന്തരിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന്തരിക യാത്രകൾക്ക് വേണ്ടിയിട്ട് റോഡ് ഒരുക്കുന്നുണ്ട്. എന്നാൽ റോഡ് സൗകര്യങ്ങളും അതോടൊപ്പം ഈ പറയുന്ന കെട്ടിടങ്ങളുടെയും ജലശുദ്ധീകരണം അടക്കമുള്ള സംവിധാനങ്ങളിലും ഈ പറയുന്ന ഈ പ്രോജക്റ്റ് അവസാനിക്കുമോ? ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി അവസാനിക്കുമോ? ഇല്ല. ടൗൺഷിപ്പ് ആവണമെങ്കിൽ ഇനിയും മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പാലങ്ങളുടെ നിർമ്മാണം ആവശ്യമായി വരും. അതായത് അതിലൂടെ കടന്നു പോകുന്ന ചില തോടുകൾ ഉണ്ടാകും. അപ്പോൾ ഈ തോടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാലങ്ങൾ ഉണ്ടാവും, കലുങ്കുകൾ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പിംഗ്. വളരെ ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വെച്ചുകൊണ്ട് മാത്രം ടൗൺഷിപ്പ് ആകില്ല. അത് ഒരുപക്ഷെ അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ടൗൺഷിപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇങ്ങനെ തുടങ്ങി വൈദ്യുത വിളക്കുകൾ. പിന്നെ ഇനിയും വേറൊരു കാര്യമുണ്ട്, അവിടുത്തെ കേബിളിംഗ്. അതായത് വൈദ്യുത വിളക്കുകൾ കത്തിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഇലക്ട്രിക്കൽ കേബിളിംഗ് മുഴുവൻ ഭൂഗർഭം രീതിയിലായിരിക്കും പോകുന്നത്. പിന്നെ ഇങ്ങനെ തുടങ്ങിയ നിരവധി സൗകര്യങ്ങളോട് കൂടി, അതായത് നമ്മൾ അവിടേക്ക് പോയി കഴിയുമ്പോൾ നമ്മളൊരു മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് ചെന്ന് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന തരത്തിൽ അത്ര വിപുലമായ ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ് സത്യത്തിൽ സംസ്ഥാന സർക്കാർ അവിടെ ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 299 കോടി രൂപ കൊടുത്തുകൊണ്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കരാർ ഏൽപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അല്ലാതെ അബിൻ വർക്കി പറയുന്നത് പോലെ ഒരു സ്കൂളും ഒരു ആശുപത്രി കെട്ടിടവും നിർമ്മിച്ച് കുറെ 410 വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് തീർക്കാനുള്ളതല്ല ഈ ടൗൺഷിപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരുപക്ഷെ അബിൻ വർക്കിയും യൂത്ത് കോൺഗ്രസും പദ്ധതി ഇടുന്ന ടൗൺഷിപ്പ് ഇങ്ങനെ ആയിരിക്കും. കുറച്ച് വീടുകൾ, ഒരു 100 വീടുകൾ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഈ 100 വീടുകൾ ഒരു ആശുപത്രി പണിയുക, ഒരു സ്കൂളും പണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗൺഷിപ്പിന്റെ പരിപാടി എല്ലാം പൂർത്തിയായി എന്നുള്ളതായിരിക്കും ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ റോഡുകൾ ഉണ്ടാവണം, പാലങ്ങൾ ഉണ്ടാവണം, കലുങ്കുകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ ജലം എത്തിച്ചു കൊടുക്കാൻ, ആ വീടുകളിലേക്ക് ജലം എത്തിച്ചു കൊടുക്കാൻ വേണ്ട ജലസംഭരണികൾ, ഭൂഗർഭ കേബിളിംഗ്, തെരുവ് വിളക്കുകൾ, ഇങ്ങനെയുള്ള വിവിധമായ പരിപാടികൾ നടത്തിയെങ്കിൽ മാത്രമേ അതിനൊരു ടൗൺഷിപ്പ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വീടുകൾ വെച്ചു കൊടുത്തു, കുറെ കെട്ടിടങ്ങൾ വെച്ചു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ആകെ ഇവിടെ 299 കോടിയുടെ കരാർ മാത്രം നടന്നു. ഇവിടെ പറഞ്ഞു വരുത്തുന്നതും 750 കോടി രൂപയുടെ കരാറാണ് ഇവിടെ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതെന്നും ഊരാളുങ്കൽ സൊസൈറ്റി വളരാനും വിപുലീകരിക്കാനും വേണ്ടി സംസ്ഥാനത്തിന്റെ കാശെടുത്ത് ഇങ്ങനെ വെറുതെ അങ്ങ് കൊടുക്കുകയാണ് എന്ന തരത്തിൽ ഇങ്ങനെ വ്യാപകമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ്സുകാർ എന്നുള്ള കാര്യം മറക്കരുത്. ഇത് പ്രതിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാര്യം ഇത്തരം കള്ളങ്ങൾ പലനാൾ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ അത് ഒരുപാട് പേര് വിശ്വസിച്ചില്ലെങ്കിൽ 2 പേരെങ്കിലും വിശ്വസിക്കുമല്ലോ. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി UDF എങ്ങനെയായിരിക്കും ഈ 100 വീടുകൾ ടൗൺഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. ആകപ്പാടെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്ന് അവകാശപ്പെടുന്നത്, നമുക്ക് ആർക്കും തെളിവില്ല കേട്ടോ, അവകാശപ്പെടുന്നത് ആകെ 1,05,00,000 രൂപയാണ്. ഈ 1,05,00,000 രൂപ കൊണ്ട് അവർക്ക് 30 വീടുകൾ വെക്കേണ്ടതുണ്ട്. ആ 30 വീടുകൾ വെക്കുകയും ടൗൺഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്യണം. ഇവിടെ 299 കോടി വാങ്ങിയിട്ട് വെറും 410 വീടുകളും അതോടൊപ്പം ഇത്രയും കാര്യങ്ങൾ ഒരുക്കാനേ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിയുന്നുള്ളൂ. ഇനിയും UDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുക്കളെല്ലാം വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലേക്കാണ് പോകുന്നത്. ഇതിന് സംസ്ഥാന സർക്കാർ തുരങ്കം വെച്ചിട്ടില്ല. അങ്ങനെ തുരങ്കം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഇങ്ങനെ ചില പുതിയ കള്ളപ്രചരണങ്ങളുമായി പുതിയ ആളുകൾ ഇങ്ങനെ രംഗപ്രവേശം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വഴിക്കായി, അതിനെ പ്രതിരോധിച്ചൊരു പരുവായി. ഇനി ഇങ്ങനെയൊക്കെയുള്ള ചില കള്ളങ്ങളിലൂടെ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു തോന്നലാണ് ശരിക്കും ഇത്തരക്കാർക്കുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.